అందమైనయగు నందనుపై కుందనదన విరమోదక పరిమళ గంధము కొయ్యరుగా. എന്തിനാ ഇത്ര ദേഷ്യം? പേര് വിളിച്ചതിനാണോ? എന്തിനാ വിളിച്ചത്? കാര്യം പറ. കാര്യം നത്തിങ്, വെറുതെ ഒരു രസം. പോട്ടെ. ദുർഗാദേവി ഈ വീടായ വീട് മുഴുവൻ നിന്നേക്ക് ഞാൻ തിരഞ്ഞെടുക്കും. നീയൊക്കെ ഇത് എവിടെയാണ്? വന്നു കഴിഞ്ഞിട്ട് കാണാൻ പോലും ഇല്ലല്ലോ. നീ എവിടെയായിരുന്നു ക്രിസ്റ്റി? അല്ല പിന്നെ കൊറേ നേരമായിട്ട് വിദൂരതയിലേക്ക് നോക്കിയിട്ട് എന്തോക്കെ പറയണുണ്ടായിരുന്നു. അതൊക്കെ ഭ്രാന്തായിട്ട് കേട്ടാ. ഭ്രാന്തനിന്റെ മറ്റവന് കൂടി അടി 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 എങ്ങാണ്ടിരിക്കുന്നതിന്റെ മറ്റവന് പറഞ്ഞാണ്ടല്ല. വെറുതെ എന്തിനടി പുള്ളിനെ ഇതിനകത്തേക്ക് വലിച്ചിരുന്നത്? പുള്ളി എവിടെയെങ്കിലും ഇരുന്നോട്ടെ. പറച്ചിലാട്ടാത്തൊന്നും അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവും. എന്താ നിനക്ക് എന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഞാൻ ഉണ്ടാക്കൂടി? എന്തേ മതി നിർത്തി നിർത്തി. ക്രിസ്റ്റി കാരണ പിന്നെ അപ്പീലാണോ? നിർത്തി. എനിക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. നമുക്ക് തറവാട്ടി പോയാലോ? അമ്മാനോട് ഇഷ്ടം തറവാട്ടി പോവാം. അമ്മൂനെ കൂട്ടാ. അമ്മ അമ്മ. ഓ എന്താടി എന്താ? അച്ഛൻ കഴിയുമ്പോ മക്കള്, മക്കള് കഴിയുമ്പോ അച്ഛൻ. ഇത് തന്നെ റിപ്പീറ്റ് ആണ് ഈ വീട്ടില്. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്താ കുന്തം? ഞങ്ങൾ തറവാട്ടി പോണ കാര്യം പറയണമെന്ന്. അമ്മ എന്ത് ചെയ്യും? അവളെയും കൂടി വിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് വരാം. അമ്മ ഇത്ര നേരം എന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ ഇപ്പൊ ചാടിപ്പോയിടും. അവിടെ എങ്ങനെ കാണും? പോയി നോക്കടി. ശരി, പോയിട്ട് വരാട്ടാ. ഈ വീട്ടിലുള്ള എല്ലാ ചപ്പും ചോറും എന്റെ പോക്കറ്റിലാണല്ലോ ഇരിക്കുന്നത്. എല്ലാരും വന്ന് എന്നോട് ചോദിക്കാൻ. തന്തയും കണക്കാം മക്കളും കണക്കാം. രാധു ഒരു ചായ. ഓ എന്റെ ഈശ്വര, ഇത് നേരെ വിളിച്ചിട്ട് 12ാമത്തെ ചായ കൂടിയാണല്ലോ. ഇനി ഒരു കാരണാവോ ചായയിൽ കൈവശം കൊടുത്തേക്കണ? എന്റെ ഒരു വിധി. സിധുടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ചായ ചായന്ന് ഇവിടെ ഇരുന്ന് കോണിലെന്നല്ല, അവിടെ വന്ന് ചായ ഇട്ട് കുടിക്കണല്ലേ. എനിക്കാകെ 2 കൈയുള്ളൂ, 16 കൈയൊന്നും ഇല്ല എല്ലായിടത്തേക്കും ഓടി നടക്കാനായിട്ട്. അച്ഛൻ കഴിയുമ്പോ മക്കള്, മക്കള് കഴിയുമ്പോ അച്ഛൻ. ഒരു ചായ കുടി, നിങ്ങളുടെ ചായ കുടി ഞാൻ നിർത്തണുണ്ട്. അയ്യോ മോളെ രാധു, നീ ചതിക്കല്ലേ. ചായ ഏറ്റല്ലേ വീക്ക്നെസ് ആണെന്ന് നിനക്കറിയാലോ. ഇനി വിളിക്കില്ല. ഇത് ലാസ്റ്റ് ചായ. ഇനി എനിക്ക് ചായ വേണ്ട. നീ വിറകിന് വേറെയൊക്കെ എല്ലാം വലിച്ചൂറി അടുപ്പി വെച്ചനോട്. ഇനി ചായ ചോദിക്കണ്ട. അതായിരിക്കും എന്റെ തടിക്ക് നല്ലത്. ഇതാണ് ഞങ്ങളുടെ തറവാട്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും പട്ടം വളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബമാ. എങ്ങനെയുണ്ട്? മോളെ അപ്പു, തള്ളുമ്പോ കുറച്ച് മയത്തിലൊക്കെ തള്ളാം. താങ്ങത്തില്ലടി, അതുകൊണ്ടാ. തള്ളിയതാണെന്ന് മനസ്സിലായില്ലേ? ഒരു ഇൻട്രോ കൊടുക്കുമ്പോ കുറച്ച് കനത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി, വേണ്ട വേണ്ട. അമ്മാവാ അമ്മാവാ. ഇതാരാ വന്നിരിക്കുന്നത് ഉമ്മറത്ത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ കുട്ടിക്ക്? പിന്നെ വഴി അറിയണ്ടെന്നോ ഞാൻ ഇവിടം വരെ വന്നത്? അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ അറിയൂലേ, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളു. അതാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇതേതാ പുതിയ 2 മുഖങ്ങള്? ഇതെന്റെ ഫ്രണ്ട്സാണ് അമ്മാവ. ജോലി സ്ഥലത്ത് നിന്ന് വന്നതാ എന്റെ നാട് കാണാനായിട്ട്. മനുവേട്ടനില്ലേ? മനു ഉണ്ട്, മേലിലുണ്ട്. അവളും അങ്ങോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ ഇളയ കാന്താരി. ശരി അമ്മാവ, എന്നാ ഞങ്ങൾ മേളിലേക്ക് ചെല്ലട്ടെ. പോകുമ്പോ മനുവേട്ടാവ് എന്തുവാ മനുവേട്ട ഇത്? എന്നിട്ട് അങ്ങനെയായിരുന്നോ? സത്യമായിട്ടും അങ്ങനെയാണ് കാര്യം. എന്നിട്ട് ഒറ്റയിടിക്ക് ഒരു വീട് താഴത്ത്. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ അങ്ങനത്തെ ഇടിക്കും ഒരു വീട്. പിന്നെ
ഇതുവരെ ഹീറോയിസ് ഒന്നും കാണിച്ചിട്ട് വന്നിട്ടില്ല. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ കോളേജിൽ നിന്ന് പോകുന്നോണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനാണല്ലോ ഇപ്പൊ കോളേജ് നിയന്ത്രിക്കുന്നത്. ഉള്ളത് തന്നെ തള്ളുമ്പോ കുറച്ച് മയത്തിലൊക്കെ തള്ളടേ മനു. തമ്പുരാട്ടിക്കുട്ടി മുഖം കാണിക്കാൻ ഇരുന്നല്ലയോ? ഇത് എവിടെ ആയിരുന്നു? ഞാൻ ചോദിച്ചതല്ലോട്, വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ. നീ എന്താടി വീടിനകത്തുനിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങൂലേ? വീടിനകത്ത് തന്നെ ഇരിപ്പാണ്. ഞാൻ വിചാരിച്ചു വന്ന അന്ന് തന്നെ മനുവേട്ടനൊക്കെ കാണാലോ എന്ന് വിചാരിച്ചു വരുമെന്ന്. എവിടാ? വിളിച്ചാ ഫോൺ എടുക്കും, എടുക്കത്തില്ല. മെസ്സേജിന് റിപ്ലൈ ഉണ്ടോ? അതില്ല. നീ എന്തിനാ ഈ ഫോൺ ഉപയോഗിക്കുന്നത്? നിന്നെ വിടാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ, നിന്നെ വിടണ്ട കേട്ടാ, നിന്നെ വിടണ്ട കേട്ടാന്ന്. പക്ഷെ കേട്ടില്ല. നിന്റെ തന്ത അമ്മാരെ എന്നോട് പറഞ്ഞത് അവള് പോട്ടെ, അവളുടെ ഇഷ്ടമല്ലേ എന്ന്. എന്നിട്ട് നീ വിളിച്ചിട്ട് എടുക്കാറാകുമ്പോഴത്തേക്കും നിന്റെ തന്ത എന്നെ വിളിക്കും, മോനെ മനു മോള് വിളിച്ചിട്ട് എടുക്കുന്നില്ലടാ എന്ന്. സമാധാനിപ്പിക്കാൻ ആരും ഞാൻ ആരും നിന്റെ കെട്ടിയോരാ. അങ്ങേറെ വിളി കേട്ടാത്തൊന്നും നിന്നെ കെട്ടിയേക്കുന്നത് ഞാനാണോ? നീ എന്റെ പോക്കറ്റ് ഇരിക്കുന്ന പോലെ വിളി വിളിക്കുന്നത്. പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ സമാധാനിപ്പിച്ച് വെക്കോ. വെറുതെ പ്രായമായ മനുഷ്യനല്ലേ, ഇപ്പോഴാ ഇത് നേരത്തെ വല്ലതും സംഭവിച്ചു പോകാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഏട്ടനാ നോക്കൂല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ. എന്റെ തന്തയെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാവം പുള്ളി എവിടെയെങ്കിലും ഇരുന്നോട്ടാ. നിങ്ങൾ എന്ത് വരുമ്പോ എന്നെ തന്നേനെ പിടിച്ചു കളിക്കുന്ന. ഇതാണല്ലേ അപ്പൂര മനസാക്ഷി സൂക്ഷിപ്പുകാരിക, അന്നമയും ക്രിസ്റ്റിയും. ഓഹോ, ഇതൊക്കെ എത്തിച്ചേരാൻ ഇവിടെ ആളുണ്ടല്ലേ? അതെ, ഇതാണ് എന്റെ മാലാഖമാർ. പിന്നെ അതൊക്കെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ എനിക്കിവിടെ ആളുണ്ടല്ലോ. എന്റെ പേര് മനു യാദവ്, ഞാൻ ലോ കോളേജിൽ പഠിക്കുന്നു, ഫൈനൽ ഇയർ. എന്റെ പൊന്നു മനസ്സേട്ടാ, ഇങ്ങനെയൊന്നും പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലായില്ലേ? പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. മക്കളെ, ഇതെന്റെ ചേട്ടൻ. എന്നെ വിളിക്കാൻ പറ്റത്തില്ല, ചേട്ടനല്ല. ഞങ്ങൾ സെയിം പ്രായമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പുറത്തേക്ക് വന്നത്, ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്, ഒരുമിച്ചാണ് പഠിച്ചത്. ഇവന്റെ കൂട്ടത്തിൽ ഞാനും ലോ കോളേജിലായിരുന്നു. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് മതിയാക്കി ഞാൻ നിർത്തി ഇങ്ങി പോകുന്ന എന്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ കാര്യം കത്തിയ എന്താണെന്ന്. സെയിം പ്രായമാണ്, ഒരു 2 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ ഇവനെ ചേട്ടാന്ന് വിളിക്കുന്നത്. അറിയാവാ? അതാരെങ്കിലും ഉള്ളപ്പോ മാത്രം, അല്ലാത്തപ്പോ ഞങ്ങൾ ഇടാ ബന്ധം അല്ലടാ കുട്ട. ഞാൻ തറവാടൊക്കെ കണ്ടിട്ട് പറ്റിയതെന്ത് പറ്റി? നേരത്തേനൊക്കെ ഓടിയ സൗണ്ടിൽ. എന്താടി, ഞാൻ വരാം. അപ്പൊ ഞാനും പോവാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തറവാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അന്നമ്മോ, എന്നോട് എന്തേലും പറയാനുണ്ടോടാ നിനക്ക്? എന്ത് പറയാൻ? നിന്നോട് എനിക്ക് എന്ത് പറയാൻ? എനിക്കൊന്നും പറയാനില്ല. എന്താടാ? നിനക്കെന്തോ എന്നോട് പറയാനുള്ള പോലെ എനിക്ക് തോന്നി. ഒന്നുമില്ലല്ലേ? അപ്പൊ എന്റെ തോന്നലായിരിക്കും. വാ പോവാം. നീ എന്താടാ ഒരുമാതിരി കുളിച്ച് സംസാരിക്കുന്ന പോലെ? ഒന്നുമില്ല എന്റെ അന്ന കൊച്ചേ, വാ നടക്ക്, നമുക്ക് പോവാം. അന്നമ്മോ, നിനക്ക് പ്രണയത്തിനെ പറ്റി എന്താ അഭിപ്രായം? പ്രണയത്തിനെ പറ്റി എന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ, പ്രണയം നല്ലതല്ലേ? നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും ഒരാളുള്ളത് നല്ലതല്ലേ? നമുക്ക് കെയർ ചെയ്യാനും വഴക്കുണ്ടാക്കാനും അതൊക്കെ വേറെ ഒരു ലെവലാ. പ്രണയം നല്ലതാണ്. എന്താടാ നിനക്കാരോടാ പ്രേമം? നീ തൂക്കി കയറി വെടിവെക്കല്ലേ, ഞാൻ പറയട്ടെ. നമ്മുടെ അപ്പനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അപ്പൂനെന്താ? അപ്പൂനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചതിനോട് എനിക്ക് മനസ്സിലായല്ലോ. അല്ല, അപ്പൂനൊന്നുമല്ല. അപ്പു നല്ല കെയറിങ് ആണല്ലേ. അപ്പൂനെയൊക്കെ സ്നേഹിച്ച അടിപൊളിയായിരിക്കും.
ഒരു കൈ നോക്കിയാലോ? ആ, നീ ഒരു കൈ നോക്കണ്ട, രണ്ട് കൈ നോക്കണ്ട, മോളിങ്ങനെ അടന്നേ. അവള് ഒരു കൈ നോക്കാൻ വന്നിരിക്കുന്നു. പ്രേമവേ, അത് അപ്പുവിനോട്. നീ വന്നേ. അതെന്താണ്? എനിക്ക് അപ്പനെ പ്രേമിച്ച കൊള്ളത്തില്ലേ? ഞാൻ എന്തായാലും ഒന്ന് നോക്കാൻ തീരുമാനിച്ചു. എന്താ നിന്റെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പം നിനക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോക്കിക്കളയാം. ഇങ്ങനെയാണ് ഇവളുടെ പോക്കെങ്കിൽ മിക്കവാറും ഇവളുടെ പെട്ടിക്ക് ഞാൻ തന്നെ ആണയടിക്കേണ്ടി വരും. കർത്താവേ, ആ കൊടും പാപ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്. അന്നമ്മേ, എടി അന്നമ്മേ, നീ എന്തുവാ ഈ ആലോചിക്കുന്ന? പറ. താറ, നീ ഇങ്ങനെ നടന്നേ. നമുക്ക് അമ്മയടുത്ത് നിന്ന് ചായ ഇട്ടോ നോക്കാം. മതി കണ്ടത്. ഇവളുടെ ഒരു പ്രേമം. നീ എന്തിനാ ചിരിക്കുന്ന? നീ ചിരിക്കല്ലേ. നിന്റെ ചിരി എനിക്ക് തീരെ പിടിക്കുന്നില്ല. നീ നടന്നേ അങ്ങോട്ട്. പ്രേമം അവളുടെ. ഇതെന്ത് കഷ്ടമാ, എനിക്കൊന്ന് ചിരിച്ചുകൂടെ? എന്താണ് അന്നമ്മ ഇത്? എനിക്കൊന്ന് ചിരിക്കണ്ടേ? വേണ്ട, ഇനി മേലെ നീ ചിരിക്കരുത്. അത് എന്റെ മുമ്പിൽ വെച്ച്. അവളുടെ ഒരു ചിരി. നീ വന്നേ, നമുക്ക് ചായ ഇട്ടോ നോക്കാം അമ്മയടുത്തുനിന്ന്. ആരാതും നീ പറഞ്ഞു മോളോട് കാര്യം? ഞാനോ? സിദ്ധുവേട്ടൻ പറയില്ലേ, ഞാനാവുമ്പോ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ഇത് മുടക്കാൻ നോക്കും. സിദ്ധുവേട്ടനാവുമ്പോ കുഴപ്പമില്ല, അവൾ ഒഴിഞ്ഞു മാറില്ല. സിദ്ധുവേട്ടൻ പറ, ഈ തവണ നമുക്ക് എന്തായാലും നടത്തണം. നമുക്കിപ്പോ നിശ്ചയം നടത്തി വെക്കാം. അതാണ് എന്റെ മനസ്സിലും. ജോത്സ്യൻ പറഞ്ഞ സമയമായി വരുന്നു. ഇപ്പൊ നടത്തില്ലെങ്കിൽ എപ്പോഴാ നടത്തുക? ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്തായാലും. എന്നാലും നമുക്ക് ഇപ്പൊ നിശ്ചയം നടത്തി വെക്കാം. എന്നിട്ട് നമുക്ക് വഴിയെ തീരുമാനിക്കാം. അതിനുള്ളിൽ മറ്റവളുടെ നടത്തണമല്ലോ. ഹായ് മമ്മി, ഡാഡി. എന്താണ് ഇവിടെ കൂലങ്കർഷിതമായി ചർച്ച നടക്കുന്നത്? എന്താണ് കാര്യം? ഭയങ്കര സീരിയസ് ആണല്ലോ രണ്ടുപേരും. എന്താ കാര്യം പറയൂ, ഞാൻ സോൾവ് ചെയ്യാം. ഈ കൂലങ്കർഷിതമെന്ന് വെച്ചെന്തോടി മോളെ? അച്ഛനും മനസ്സിലായില്ല. അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കലായിരുന്നു. പിന്നെ എല്ലാ വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ ഡിക്ഷണറി എന്റെ പോക്കറ്റിനകത്തിരിക്കുമല്ലേ, ഇത് ചോദിക്കുമ്പോ എടുത്ത് പറയും. എനിക്കൊന്നും അറിയാൻ പാടില്ല. പുറത്തറിഞ്ഞിട്ടാണോ ഓരോരുത്തരോട്ട് ഡയലോഗ് പിടിക്കുന്നത്? സിദ്ധു, അതല്ല ഇവിടുത്തെ കാര്യം. നിങ്ങളുടെ ചർച്ച എന്താന്ന് പറയൂ. ചർച്ച എന്താന്ന് വെച്ചാ കല്യാണം. അതാണ് ഇവിടുത്തെ ചർച്ച. കല്യാണം? ആർക്ക്?